Welcome to my classroom, Structural Analysis 2. Hi everyone, this is Lakshmi, Department of Civil Engineering, SNIT. Module 5, Beams Curved in Plan. Today's topic, Quarter Circular Curved Cantilever Beam. The vertical load acting at its free end. Its derivation. Module 5, Beams Curved in Plan. Problem number 1. Question. A quarter circle beam of radius capital R curved in plan is fixed at end A and free at end B as shown in figure. Okay, as shown in figure. It carries a vertical load P at its free end. Okay, determine the deflection at the free end and sketch the shear force, bending moment and torsional moment diagram. Assume flexural rigidity EI equal to torsional rigidity GJ. Clear? ഇതാണ് question. Quarter circle beam ആണ് radius R. This is R, this is R. Quadrant ആണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ റേഡിയസ് R ആണ്. Curved in plan ആണ്. Fixed at A ആണ്. Cantilever ആണ്. Fixed at A ആണ്. Free at B ആണ്. അതിനൊരു ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് വെർട്ടിക്കൽ സർക്കിൾ ആണ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാം. വെർട്ടിക്കൽ ഡൗൺവേർഡ് ഫോഴ്സ് ആണ് പി ആക്ട് ചെയ്തേക്കുന്നത്. ഫിഗറിൽ സർക്കിൾ ആയിട്ടാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. സോ വെർട്ടിക്കൽ ഡൗൺവേർഡ് ഫോഴ്സ് ആണ് പി. ഫ്രീ എൻഡിലാണ് ആക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഡിറ്റർമൈൻ ദ ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ്. ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷനും അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് ആൻഡ് ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക. അസ്യൂം ഫ്ലെക്ചറൽ റിജിഡിറ്റി EI ഈക്വൽ ടു ടോർഷണൽ റിജിഡിറ്റി GJ. EI ഈക്വൽ ടു GJ ആണെന്ന് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബീം കർവ്ഡ് ഇൻ പ്ലാന് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. സൊല്യൂഷൻ. ഓക്കെ, സൊല്യൂഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എന്താ ആദ്യം നമുക്കൊരു കർവ്ഡ് ബീമിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, സെക്ഷൻ സി നമ്മൾ കൺസിഡർ ചെയ്തു. എക്സ് ഡാഷ് ആണ്. സോ ഇതിനെ നമുക്ക് ഈ ഒരു ആംഗിളിനെ നമുക്ക് ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സെക്ഷൻ കൺസിഡർ ചെയ്തു സി. നമുക്ക് ഈ ഒരു ആംഗിൾ ആൽഫ എന്ന് എടുക്കാം. കാണാമോ? ദിസ് ഈസ് ആൽഫ. ആൽഫ. ഓക്കെ, നമുക്ക് സിന്ന് നോർമൽ ആണ് ഈ പോയിന്റ് ഡി. ഓക്കെ, ബി ഡി പെർപെൻഡിക്കുലർ ആണ്. ദിസ് ഈസ് എ. ടേക്ക് ദിസ് ആസ് എ ആൻഡ് ഇത് ഡി ആണ്. സോ ഈ ഡിസ്റ്റൻസ് നമുക്ക് ബി ആയിട്ട് എടുക്കാം. സ്മോൾ ബി. ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, നമ്മൾ ഈ ഒരു ക്വാർട്ടറിന്റെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. സി എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ കൺസിഡർ എ സെക്ഷൻ സി ഓൺ ദ കർവ്ഡ് ബീം. സെക്ഷൻ സി കൺസിഡർ ചെയ്തു. ഈ ഒരു ആംഗിൾ നമ്മൾ ആൽഫ എന്ന് എടുത്തു. സോ ദിസ് ഈസ് ഒ, ഒറിജിൻ ഒ. ലെറ്റ് O be the origin. നമ്മൾ ഓനെ ഒറിജിൻ ആയിട്ട് എടുത്തു. ലെറ്റ് O be the origin. സെക്ഷൻ കൺസിഡർ ചെയ്തു സി. ഓക്കെ, O be the origin. C a point. C എന്താ? A point
ഓൺ ദ കേർവ്ഡ് ബീം. കേർവ്ഡ് ബീമിലെ ഒരു പോയിന്റ് ആണ് സി. കേർവ്ഡ് ബീമിലെ ഒരു പോയിന്റ് ആണ് സി. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ലെറ്റ് ഈ ആംഗിൾ നമ്മൾ കേർവ്ഡ് ബീമിലെ ഒരു പോയിന്റ് ആണ് സി. അങ്ങനെയാണ് എങ്കിൽ ഈ ആംഗിൾ എന്താ? ആംഗിൾ BOC. ആംഗിൾ BOC. കാണുന്നില്ലല്ലേ? ക്ലിയർ അല്ല? ലെറ്റ് ആംഗിൾ BOC. BOC എന്താ? നമുക്ക് ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, BOC ആൽഫയാണ്. ദെൻ നമുക്ക് എന്റെ എയിൽ വരുന്ന റിയാക്ഷൻസ്, ഫസ്റ്റ് ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്ത? F എന്താണ്? ഇറ്റ് ഈസ് P. ഓക്കെ, F ഈക്വൽ ടു P. ദെൻ ബെൻഡിങ് മൊമെന്റ്. ബെൻഡിങ് മൊമെന്റ് നമ്മൾ ഡിനോട്ട് ചെയ്തത് M. എന്താണ്? ഇറ്റ്സ് എ ഹോഗിങ് മൊമെന്റ് ആണ്. മൈനസ് P ഇൻറ്റു എ. അറ്റ് സെക്ഷൻ സിയിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. P ഇൻറ്റു എ. ഓക്കെ, നമുക്ക് ഇതിനകത്തുനിന്ന് എ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എ എന്താന്നുള്ളത് നമുക്ക് എന്താ? ഇതിനകത്തുനിന്ന് സൈൻ ആൽഫ ഒന്ന് കണ്ടേ. മാത്തമാറ്റിക്കലാണ്. സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എന്താ? ഓപ്പോ ബൈ എ ഡിവൈഡഡ് ബൈ എ ബൈ ഓപ്പോസിറ്റ് ബൈ ആർ. ഓക്കെ, എ ബൈ ആർ. സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ എ ബൈ ആർ. അപ്പൊ എ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ ആൽഫ ആർ. ആർ സൈൻ ആൽഫ ആണ് എ എന്ന് പറയുന്നത്. എ ഈക്വൽ ടു ആർ സൈൻ ആൽഫ. ഓക്കെ, നമുക്കത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ മൈനസ് പി ഇൻറ്റു എക്ക് നമുക്ക് ആർ സൈൻ ആൽഫ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പി ഇൻറ്റു ആർ സൈൻ ആൽഫ. ക്ലിയർ? ദെൻ ടോർഷണൽ മൊമെന്റ്. ടോർഷണൽ മൊമെന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്ത് ടി. ടി ഈക്വൽ ടോർഷണൽ മൊമെന്റ് ആണ്. നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ട്വിസ്റ്റ് ആണ് വരുന്നത്. സോ പി ഇൻറ്റു ആന്റി ക്ലോക്ക് വൈസ് ട്വിസ്റ്റ് ആണ് പി ഇൻറ്റു ബി. ഓക്കെ, സെയിം നമ്മളിവിടെ എ കണ്ടുപിടിച്ച പോലെ തന്നെ ബി നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. കോസ് ആൽഫ എടുക്കാം. കോസ് ആൽഫ ഈക്വൽ ടു എന്താ? കോസ് ആൽഫ ഈക്വൽ ടു അഡ്ജസെന്റ്. ദിസ് ഈസ് ടോട്ടൽ ആർ ആണ്. ആറിന്ന് മൈനസ് ബി. ആർ മൈനസ് ബി ഡിവൈഡഡ് ബൈ ആർ അല്ലേ? യെസ്. ദെൻ നമുക്ക് എന്താ? ആർ മൈനസ് ബി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് ആൽഫ. ക്ലിയർ അല്ലേ? യെസ്, നമുക്ക് ബി ആണ് വേണ്ടത്. സോ ബി ഈക്വൽ ടു എന്താ? ആർ മൈനസ് ആർ കോസ് ആൽഫ അല്ലയോ? യെസ്. ദെൻ ബി ഈക്വൽ ടു ആർ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ആർ ഈക്വൽ ടു 1 മൈനസ് കോസ് ആൽഫ. എല്ലാവർക്കും കിട്ടിയോ? 1 മൈനസ് കോസ് ആൽഫ. നമുക്ക് ബിക്ക് ആർ ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സോ പി ഇൻറ്റു ടി ഈക്വൽ ടു പി ഇൻറ്റു ബി. പി ഇൻറ്റു ബിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ആർ ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ. ഓക്കെ, ദാറ്റ് ഈസ് പി ആർ 1 മൈനസ് കോസ് ആൽഫ. ഓക്കെ, നമുക്കിപ്പം ഇക്വേഷൻ കിട്ടി. ഷിയർ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു പി. ബെൻഡിങ് മൊമെന്റ് എം ഈക്വൽ ടു മൈനസ് പി ആർ സൈൻ ആൽഫ. ദെൻ ടി ഈക്വൽ ടു ടോർഷണൽ മൊമെന്റ് ടി ഈക്വൽ ടു പി ആർ ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ. നമുക്ക് ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഡിഫ്ലക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം ഫ്രീ എൻഡില്. അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ്, ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം. നമുക്ക് ആദ്യം ഡയഗ്രാം അങ്ങ് ഡ്രോ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. നമ്മുടെ കേർവ്ഡ് ബീം. ഓക്കെ, ദിസ് ഈസ് ഒറിജിൻ O. നമുക്ക് പി ആണ് ഷിയർ ഫോഴ്സ് പി വന്നിരിക്കുന്നത്. സോ this is P, this is P. Okay,
പോസിറ്റീവ് ആണ്. ഓക്കെ, പോസിറ്റീവ് ആണ്. നമുക്ക് ഇതും പി ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, ഇതും നമ്മുടേത് പി ആണ്. ഓക്കെ, പോസിറ്റീവ്. ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അടുത്തത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. കർവ്ഡ് ബീമാണ്, ഒറിജിൻ O ആണ്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ്. നമുക്ക് ബെൻഡിങ് മൊമെന്റ് നമുക്ക് മൈനസ് പി ഇൻറ്റു ആർ സൈൻ ആൽഫ ആണ്. ഫ്രീ എൻഡിൽ ബെൻഡിങ് മൊമെന്റ് 0. ഓക്കെ, പിന്നെന്താ, നമുക്ക് ഇവിടേക്ക് വരുമ്പോ മൈനസ് ദിസ് ഇസ് എന്താ, എൻഡിലേക്ക് വരുമ്പോ പി ഇൻറ്റു ആർ. ഓക്കെ, പി ഇൻറ്റു. ഓക്കെ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് നമ്മൾ വരച്ചത്. നമുക്ക് ഇക്വേഷൻ മൈനസ് പി ഇൻറ്റു ആർ ഇൻറ്റു സൈൻ ആൽഫ, ഇതാണ് നമ്മുടെ ക്വാഡ്രന്റ്. ഇത് 0, നമുക്ക് ഇവിടെ ക്വാഡ്രന്റ് ഇവിടെ എത്തുമ്പോൾ 90. 0 to വേരി ചെയ്യുന്നത് 0 to π/2 ആണ്, അല്ലെ? 0 to 90. ഓക്കെ, 0 to π/2 ഓർ 0 to 90. ഇവിടെ 0 ആണ് ആംഗിള്. ഇതല്ലേ നമ്മുടെ ആൽഫ എന്നെടുത്തത്. ആൽഫ ഇവിടെ 0, ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആൽഫ 90. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്തത്. സൈൻ 0 എന്താ? സൈൻ 0 0. സോ നമുക്ക് ഇവിടെ 0 കിട്ടി. അത് കഴിഞ്ഞിട്ട് സൈൻ 90 എത്തുമ്പോ എന്താ? സൈൻ 90 എന്താ? 1. ദെൻ മൈനസ് പി ഇൻറ്റു ആർ. സോ നമുക്കിവിടെ പി ആർ ആണ്. കാണാലോ, പി ആർ ആണ്. വെച്ച് വരയ്ക്കാം. പി ആർ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 0. ക്ലിയർ അല്ലേ? 0. ദിസ് ഈസ് ആൽഫ. നമുക്ക് ഇവിടെ എത്ര? ആൽഫ സൈൻ ആൽഫ വരുമ്പോ എന്താ? പി ആർ മൈനസ് പി ഇൻറ്റു ആർ ഇൻറ്റു സൈൻ ആൽഫ അല്ലേ? പി ഇൻറ്റു, നമുക്കിവിടെ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത് മൈനസ് പി ഇൻറ്റു ആർ ഇൻറ്റു സൈൻ ആൽഫ. ആൽഫ 0 ആവുമ്പോൾ ആൽഫ സൈൻ 0 എന്താ? 0. സൈൻ ആൽഫ ആവുമ്പോൾ പി ആർ ഇൻറ്റു സൈൻ ആൽഫ. വേരി ചെയ്ത് ആൽഫ 90 എത്തുമ്പം സൈൻ 90 0. സൈൻ 90 1. സൈൻ 90 1 ആവുമ്പോൾ പി ഇൻറ്റു ആർ. ഓക്കെ, നമുക്കിവിടെ മൈനസ് ആണ്, നെഗറ്റീവ് ആണ്. മൈനസ് പി ആർ സൈൻ ആൽഫ മൈനസ് ആണ്. ദിസ് ഈസ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ തന്നെ എന്താ? ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം. ടോർഷണൽ മൊമെന്റ് ആണ്, ഒറിജിൻ 0. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ പി ആർ ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ. ആൽഫ 0 ടു ആൽഫ 90. ഓക്കെ, കോസ് 0 എന്താ? കോസ് 0 1 മൈനസ് 1 0. 0 ഇൻറ്റു പി ആർ 0. അപ്പൊ നമുക്കിവിടെ 0 എന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്താ? കോസ് ആൽഫ ആവുമ്പം എന്താ? പി ആർ ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ. ആൽഫ 90 ആവുമ്പോൾ കോസ് 90 എന്താ? 0. കോസ് 90 0 മീൻസ് 1 മൈനസ് 0. ഇറ്റ് ഈസ് പി ആർ. പി ആർ ഇവിടെ എന്താ? ദിസ് പി ആർ ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ. ഇത്രയും. ഇവിടെ എന്താ? 0 കോസ് 0. ഇക്വേഷൻ ഇതാണ്. ടി ഈക്വൽ ടു ഇക്വേഷൻ ഇതാണ്. പി ആർ ഈക്വൽ ടു പി ആർ ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ. ടി എം ഡയഗ്രാം വരയ്ക്കുമ്പോൾ ടോർഷണൽ
ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം ആണിത്. വരയ്ക്കുമ്പോൾ ആൽഫ 0 ആവുമ്പോൾ, ആൽഫ 0 ആവുക മീൻസ് കോസ് 0 വരുമ്പോൾ 1 ആണ്, 1 മൈനസ് 1 0 വരും. സോ 0യിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ആൽഫയിലെത്തിയപ്പോൾ പി ആർ ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ. പിന്നെ ആൽഫ എന്തായി 90 എത്തി. 90 എത്തിയപ്പോൾ കോസ് 90 0 ആണ്. 1 മൈനസ് 0 1, ദാറ്റ് മീൻസ് പി ആർ. ഇത് നമുക്ക് എന്താണ് പോസിറ്റീവ്. ഓക്കെ, ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം ഓഫ് ബീം കർവ്ഡ് ഇൻ പ്ലാൻ. നമുക്കൊരു ക്വാർട്ടർ സർക്കിൾ ബീമാണ്, അതിന്റെ ഡയഗ്രാംസ് ആണ് വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഡിറ്റർമൈൻ ദ ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ്. നമുക്ക് ഡിഫ്ലക്ഷൻ ഡെൽറ്റയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ? ഡിഫ്ലക്ഷൻ നോക്കാം നമുക്കിനി. ആദ്യം നമുക്ക് സ്ട്രെയിൻ എനർജി യു ഈക്വൽ ടു, ഇക്വേഷൻ എന്തായിരുന്നു ക്ലാസിക് ഗാനോസ് തിയറം വെച്ചിട്ട്, ഇന്റഗ്രൽ m²/2EI ഇൻറ്റു ds, അതായത് സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ബെൻഡിങ് മൊമെന്റ് പ്ലസ് ടോട്ടൽ സ്ട്രെയിൻ എനർജി യു ഈക്വൽ ടു സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ബെൻഡിങ് മൊമെന്റ് പ്ലസ് ഇന്റഗ്രൽ Jg into ds, സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ടോർഷണൽ മൊമെന്റ്. അപ്പൊ നമുക്ക് എന്താ ടോട്ടൽ സ്ട്രെയിൻ എനർജി കിട്ടി, യു ഈക്വൽ ടു ഇന്റഗ്രൽ m²/2EI ds പ്ലസ് ഇന്റഗ്രൽ t²/2gj ds. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഡിഫ്ലക്ഷൻ, ഓക്കെ, ഡെറിവേഷൻ ഡിഫ്ലക്ഷൻ ഡെൽറ്റ. ഓക്കെ, ഡിഫ്ലക്ഷൻ ഡെൽറ്റ, ഡിഫ്ലക്ഷൻ ഡെൽറ്റ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. therefore ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഈക്വൽ ടു എന്താ du. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ടോട്ടൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ലോഡ് എന്താ ഇവിടെ P, സോ dP. ഓക്കെ, ടോട്ടൽ സ്ട്രെയിൻ എനർജി, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ടോട്ടൽ സ്ട്രെയിൻ എനർജി u വിത്ത് റെസ്പെക്ട് ടു ലോഡ് P. നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു നമുക്ക് ഇക്വേഷൻ ഇവിടെ ഉണ്ട്. സോ ഇന്റഗ്രൽ അല്ലെ, ഇന്റഗ്രൽ m²/2EI ഇൻറ്റു ds, ഡെറിവേറ്റീവ് ഓഫ് യു ആണ്, ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോണേ. m² എന്താ 2m ഡിവൈഡഡ് ബൈ 2EI dmy dp വിത്ത് റെസ്പെക്ട് ടു ds. ഓക്കെ, 2 ക്യാൻസൽ ആയപ്പോൾ പ്ലസ് ഇന്റഗ്രൽ t² 2t/2gj EI എല്ലാം കോൺസ്റ്റന്റ് ആണ്, dt/dp വിത്ത് റെസ്പെക്ട് ടു ലോഡ് ഇൻറ്റു ds. നമുക്കിനി 2 ക്യാൻസൽ ചെയ്യാം. ഇക്വേഷൻ എങ്ങനെ വരും? ഇന്റഗ്രൽ m/EI dm/dp ഇൻറ്റു ds പ്ലസ് ഇന്റഗ്രൽ t/gj dt/dp, ഡിഫറൻഷിയേറ്റ് ചെയ്തതേ ഉള്ള ഇൻറ്റു ds. ഓക്കെ, ഇനി നമുക്ക് എന്താ എമ്മിനും ടിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം വിത്ത് ലിമിറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഇന്റഗ്രൽ. നമുക്ക് ലിമിറ്റ് എവിടം തൊട്ട് എവിടം വരെയാണ്? 0 ടു ആൽഫ എവിടം തൊട്ടാ 0 to 90, ദാറ്റ് ഈസ് π/2. ഓക്കെ, 0 to π/2 നമുക്ക് EI ഇതിനകത്ത് കോൺസ്റ്റന്റ് ആണ്. സോ 1/EI ഞാൻ പുറത്തെടുത്തു. ഇനി എന്താ, നമുക്ക് എമ്മിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എം നമുക്ക് എന്തായിരുന്നു ഇക്വേഷന്? -p ഇൻറ്റു r ഇൻറ്റു സൈൻ ആൽഫ, -PR സൈൻ ആൽഫ, ഓക്കെ, ഇൻറ്റു dm/dp. ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എമ്മിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്താ, dmനെ ചെയ്യുമ്പോൾ മൈനസ് വിത്ത് റെസ്പെക്ട് ടു p ആണ്, അപ്പൊ p 1 ആയി, r സൈൻ ആൽഫ -r സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ, ദാറ്റ് ഈസ് r ഇൻറ്റു d ആൽഫ. കറക്റ്റ് അല്ലേ? യെസ്. പ്ലസ് നമുക്ക് ഈ ഒരു ടേമും കൂടി ഉണ്ട്, ഇന്റഗ്രൽ 0 to π/2. ഇതിനകത്ത് gj കോൺസ്റ്റന്റ് 1/gj ഞാൻ പുറത്തെടുത്തു. ക്ലിയർ?
ഇനി ടിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? പി ഇൻറ്റു ആർ ഇൻറ്റു ഇവിടെ എഴുതിയിട, അല്ലെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടത്തില്ല. എം എന്തായിരുന്നു? മൈനസ് പി ആർ സൈൻ ആൽഫ. ടി എന്തായിരുന്നു? പി ഇൻറ്റു ആർ ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ. മറക്കരുതേ, നമ്മൾ ഇപ്പം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇക്വേഷൻ ആണത്. സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. ടിക്ക് എന്താ? പി ഇൻറ്റു ആർ ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ. ഓക്കെ, ഇൻറ്റു എന്താ? ഡി ടി ബൈ ഡി പി. നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡി ടി ബൈ ഡി പി എന്താ? വിത്ത് റെസ്പെക്ട് ടു പി ആണ്. സോ പി 1 ആയി. ആർ ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ. കറക്റ്റ് അല്ലേ? ഇൻറ്റു അഗെയിൻ ആർ ഇൻറ്റു ഡി ആൽഫ. ഓക്കെ, ഓക്കെ. നമുക്ക് ഇപ്പം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടി. നമുക്ക് ഇനി എന്താ? ഇതിനെ മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ ഇ ഐ. മൾട്ടിപ്ലൈയിങ് ഈ ഇക്വേഷനെ നമുക്ക്, ഇതെന്താ? നമ്മുടെ ഡെൽറ്റ ഇക്വേഷൻ. മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ ഇ ഐ ആൻഡ് ഡിനോട്ടിങ് നമുക്ക് ഇ ഐ ബൈ ജി ജെയെ നമുക്ക് ഗാമ എന്ന് എടുക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഇ ഐ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇ ഐ ബൈ ജി ജെ എന്ന ടേമിനെ നമുക്ക് ഗാമ എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ എന്താ? റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും മൾട്ടിപ്ലൈ ചെയ്യായിട്ട്. അപ്പൊ ഇ ഐ ഇൻറ്റു ഡെൽറ്റ. ഈ സൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഡെൽറ്റയാണ്. ഇ ഐ ഇൻറ്റു ഡെൽറ്റ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to പൈ ബൈ 2. ഈ ഇക്വേഷനിലേക്ക് ശ്രദ്ധിക്കണേ. ഓക്കെ, ഇവിടെ നമ്മൾ ഇ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ ഐയും ക്യാൻസൽ ആയി പോയി. ഓക്കെ, പിന്നെ ബാക്കി ഇത്രയും ടൈം ആണ് കിടക്കുന്നത്. മൈനസ് മൈനസ് പ്ലസ് ആയി. പി ആറ് 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 ആർ ക്യൂബ്. ക്ലിയർ? ആർ ക്യൂബ്. ദെൻ സൈൻ സ്ക്വയർ ആൽഫ ഇൻറ്റു എന്താ? ഡി ആൽഫ പ്ലസ് ഈ ടേം കഴിഞ്ഞു. പ്ലസ്, ക്ലിയർ? ഇവിടെ ഇ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ ഐ ബൈ ജി ജെ നമുക്ക് എന്താ? ഗാമയെന്ന് എടുക്കാം. സോ ഗാമ പുറത്തെടുത്തു. 0 to പൈ ബൈ 2. 0 to പൈ ബൈ 2. ഈ ഇ ഐ ബൈ ജി ജെ നമ്മൾ പുറത്തെടുത്തു, ഗാമ എന്നാക്കി. ക്ലിയർ? ഇനി എന്തുണ്ട്? ബാക്കി ഇത്രയും ടേം. പി ആറ് ആർ ആർ 3 ആർസ് ഉണ്ട്. സോ ആർ ക്യൂബ് 1 മൈനസ് കോസ് ആൽഫ 1 മൈനസ് കോസ് ആൽഫ. സോ 1 മൈനസ് കോസ് ആൽഫ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ആൽഫ. ഓക്കെ ആണോ? യെസ്. ഓക്കെ, ഇത്രയും വരെ ഓക്കെ ആണല്ലോ? യെസ്. എന്താ? നമ്മൾ ആദ്യം രണ്ട് സൈഡിനെയും ഇ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഈ ടേമിനെ ഇ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ നമുക്ക് ഇ ഐ ഇൻറ്റു ഡെൽറ്റ ഈക്വൽ ടു, ഇവിടെ ഇ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ ഐയും ക്യാൻസൽ ആയി പോയി. 0 to പൈ ബൈ 2 പി ഇൻറ്റു ആർ ക്യൂബ്. 3 ആർസ് ഉണ്ട്. ആർ ക്യൂബ് സൈൻ സ്ക്വയർ ആൽഫ ഇൻറ്റു ഡി ആൽഫ പ്ലസ് ഇവിടെ ഇ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ ഐ ബൈ ജി ജെ, അതിനെ നമ്മൾ ഗാമ എന്ന് എടുത്തു. സോ ഗാമ പുറത്തെടുത്തു. 0 to പൈ ബൈ 2 പി ഇൻറ്റു ആർ ക്യൂബ് ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ആൽഫ. ഇത്രയും വരെ കിട്ടി. ക്ലിയർ ആണോ? യെസ്. നമുക്ക് ഇനി ഇവിടെ പി ഇൻറ്റു ആർ ക്യൂബ് നമുക്ക് പുറത്തെടുക്കാം. ഈക്വൽ ടു പി ഇൻറ്റു ആർ ക്യൂബിനെ നമ്മൾ പുറത്തെടുത്തു. 0 to പൈ ബൈ 2. ഓക്കെ, സൈൻ സ്ക്വയർ ആൽഫ ഇൻറ്റു ഡി ആൽഫ. സൈൻ സ്ക്വയർ ആൽഫ ഇൻറ്റു ഡി ആൽഫ പ്ലസ് ഗാമ പി ആർ ക്യൂബിനെ പുറത്തെടുത്തു. Take it out. Then 0 to പൈ ബൈ 2. 1 minus cos alpha whole square into d alpha. Clear? Clear അല്ലേ? Yes. നമുക്ക് ഇനി എന്താ? സൈൻ സ്ക്വയർ ആൽഫയ്ക്കും 1 മൈനസ് കോസ് ആൽഫ ദ ഹോൾ സ്ക്വയറിനും നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. മാത്തമാറ്റിക്സിൽ നമുക്കറിയാം സൈൻ സ്ക്വയർ ആൽഫ എന്താ? 1 മൈനസ് കോസ് 2 ആൽഫ ബൈ 2.
ഓക്കെ, നമുക്ക് അതുപോലെ 1 മൈനസ് കോസ് ആൽഫ ഹോൾ സ്ക്വയറിനെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ 1 മൈനസ് എഴുതാം. ഓക്കെ, ഞാൻ എഴുതാം. പി ആർ ക്യൂബ് 0 to pi by 2 sin square alpha 1 minus cos 2 alpha. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് റെഡിൽ എഴുതട്ടെ. One minus cos 2 alpha by 2 d alpha plus gamma p r cube 0 to pi by 2. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതാണ് ഞാൻ റെഡിൽ എഴുതുന്നത്, ശ്രദ്ധിച്ചോണേ. 1 മൈനസ് കോസ് ആൽഫ ദ ഹോൾ സ്ക്വയറിനെ 1 മൈനസ്, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങോട്ട് എഴുതണേ. കോസ് ആൽഫ 1 മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്താ? കോസ് സ്ക്വയർ ആൽഫ. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. കോസ് സ്ക്വയർ ആൽഫ. കോസ് സ്ക്വയർ ആൽഫ ഇൻറ്റു ഡി ആൽഫ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്താ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ടേം എല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്കിനി ഇന്റഗ്രേഷൻ മതിയാവും. ഈക്വൽ ടു പി ഇൻറ്റു ആർ ക്യൂബ് ഇന്റഗ്രൽ 1/2. ഇന്റഗ്രൽ 1/2 എന്താ? ആൽഫ 1/2 കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു ആൽഫ. അപ്പൊ എന്താ? ആൽഫ ബൈ 2 മൈനസ് കോസ് 2 ആൽഫ 1 കോസ് 2 ആൽഫ ബൈ 2 കോസ് 2 ആൽഫ ബൈ 2 1/2 ഇൻറ്റു കോസ് 2 ആൽഫ എന്താ? സൈൻ 2 ആൽഫ ബൈ 2 2 to 4 0 to pi by 2 പ്ലസ് ഗാമ പി ആർ ക്യൂബ് 1 മൈനസ് നമുക്ക് സെപ്പറേറ്റ് ടേം ആക്കാം. ഓക്കെ, നമുക്ക് കോസ് സ്ക്വയർ ആൽഫേനെ ഒന്നുകൂടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 0 to pi by 2 1 മൈനസ് 2 കോസ് ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്താ എഴുതാം നമുക്ക്? 1 പ്ലസ് കോസ് 2 ആൽഫ ബൈ 2. ക്ലിയർ അല്ലേ? 1 പ്ലസ്, അതിങ്ങനെ ബ്രാക്കറ്റ് സെപ്പറേറ്റ് ഇട്ട് കാണിക്കാം. കോസ് സ്ക്വയർ ആൽഫേനെ നമുക്ക് ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്യാം. 1 പ്ലസ് കോസ് 2 ആൽഫ ബൈ 2 ഡി ആൽഫ. ദാറ്റ് ഈസ് പി ആർ ക്യൂബ്. ഇത് നമ്മൾ ഡിറൈവ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൽഫ ബൈ 2 മൈനസ് സൈൻ 2 ആൽഫ ബൈ 4 0 to pi by 2 പ്ലസ് ഗാമ പി ആർ ക്യൂബ് ഓക്കെ 1 ആൽഫ 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പം ഇന്റഗ്രൽ 2 കോസ് 2 ആൽഫ എന്ത് വരും? 2 സൈൻ ആൽഫ അല്ലേ? പ്ലസ് 1/2 പറയുമ്പം ആൽഫ ബൈ 2 പ്ലസ് കോസ് 2 ആൽഫ ബൈ 2 സൈൻ 2 ആൽഫ ബൈ 2. ഇപ്പൊ 2 2 4 സൈൻ 2 ആൽഫ ബൈ 4 0 to pi by 2. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. പി ആർ ക്യൂബ് ഇൻറ്റു ആൽഫ ബൈ 2 മൈനസ് സൈൻ 2 ആൽഫ ബൈ 2 0 to pi by 2. അപ്ലൈ ചെയ്തേ, ലിമിറ്റ് അപ്ലൈ ചെയ്തേ. പൈ ബൈ 2 മൈനസ്, ഓക്കെ, നമുക്ക് എന്ത് വരും? പൈ ബൈ 2 പ്ലസ് നീട്ടെ ഗാമ, അത് സെപ്പറേറ്റ് ഗ്രീൻ വെച്ച് എഴുതാം. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പർ ലിമിറ്റ് പൈ ബൈ 2, ലോവർ ലിമിറ്റ് 0. ദെൻ ഇ ഐ ഇൻറ്റു
ഡെൽറ്റ ഈക്വൽ ടു പി ആർ ക്യൂബ് ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ പൈ ബൈ 4 പ്ലസ് ഗാമ പി ആർ ക്യൂബ് ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് പൈ ബൈ 2 മൈനസ് 2 സൈൻ ബൈ 2 പ്ലസ് പൈ ബൈ 4 പ്ലസ് 0. ഓക്കെ, യെസ്. പി ആർ ക്യൂബ് പി ആർ ക്യൂബ്. ഓക്കെ, രണ്ടെണ്ണത്തിനകത്തുനിന്ന് നമുക്ക് പി ആർ ക്യൂബിങ് പുറത്തെടുക്കാം. ഇ ഐ ഇൻറ്റു ഡെൽറ്റ ഈക്വൽ ടു പി ആർ ക്യൂബ് ബൈ 4 നമുക്ക് എടുക്കാം. ഓക്കെ, ഈക്വൽ ടു ഇതിനകത്ത് ഇവിടെ പൈ പ്ലസ് ഗാമ ഇൻറ്റു 4 എടുക്കുമ്പോൾ ഗാമ ഇൻറ്റു 2 പൈ മൈനസ് ബൈ 4 എടുക്കുമ്പോൾ 8 പ്ലസ് പൈ പ്ലസ് 0. ഓക്കെ, ഓക്കെ, എന്താ ഇങ്ങോട്ട് എഴുതാമേ. 2 പൈ മൈനസ് 8 പ്ലസ് പൈ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി നമുക്കിവിടെ പൈ പ്ലസ് ഗാമ 2 പൈ പ്ലസ് പൈ 3 പൈ മൈനസ് 8 ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. പി ആർ ക്യൂബ് ബൈ 4 ഇൻറ്റു പൈ പ്ലസ് ഗാമ ഇൻറ്റു എന്താ 3 പൈ മൈനസ് 8. ക്ലിയർ ആയോ? ഇ ഐ ഇൻറ്റു ഡെൽറ്റ ഈക്വൽ ടു പി ആർ ക്യൂബ് ബൈ 4 ഇൻറ്റു പൈ പ്ലസ് ഗാമ ഇൻറ്റു 3 പൈ മൈനസ് 8. ഓക്കെ, നമുക്കിനി ഈ ഇ ഐനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദെർഫോർ ഡെൽറ്റ ഓക്കെ, ഇ ഐ ഇൻറ്റു ഡെൽറ്റ ഈക്വൽ ടു പി ആർ ക്യൂബ് ബൈ 4 ഇൻറ്റു പൈ പ്ലസ് ഗാമ ഇൻറ്റു 3 പൈ മൈനസ് 8. ഓക്കെ, ഇനി നമുക്ക് ഈ ഐനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ ഡെൽറ്റ ഈക്വൽ ടു പി ആർ ക്യൂബ് ബൈ 4 ഇ ഐ ഇൻറ്റു പൈ പ്ലസ് ഗാമ ഇൻറ്റു 3 പൈ മൈനസ് 8. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? യെസ്. നമ്മുടെ ഗാമ എന്താ? ഇതിനകത്ത് ഗാമ എന്താ? ഇൻ ദിസ് ഗാമ എന്തായിരുന്നു? വി നോ ദാറ്റ് ഗാമ ഈക്വൽ ടു ഇ ഐ ബൈ ജി ജെ ആണ് നമ്മൾ ഗാമ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് അസ്യൂം ഫ്ലെക്ചറൽ റിജിഡിറ്റി ഇ ഐ ഈക്വൽ ടു ജി ജെ ഇൻ ദിസ് കേസ്. ഇവിടെ but in this case എന്താ ഇ ഐ ഈക്വൽ ടു ജി ജെ ആണ്. therefore ഗാമ എന്താണ്? therefore ഗാമ ഈക്വൽ ടു 1 ആണല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഗാമയ്ക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore ഡെൽറ്റ ഈക്വൽ ടു പി ആർ ക്യൂബ് ബൈ 4 ഇ ഐ ഇൻറ്റു പൈ പ്ലസ് 1 ഇൻറ്റു 3 പൈ മൈനസ് 8. ഓക്കെ, ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാം. ഡെൽറ്റ ഈക്വൽ ടു പി ആർ ക്യൂബ് ബൈ 4 ഇ ഐ പൈ പ്ലസ് 3 പൈ 4 പൈ. ഓക്കെ, പി ആർ ക്യൂബ് ബൈ 4 ഇ ഐ ഇൻറ്റു 4 പൈ മൈനസ് 8. ഓക്കെ, ഇതിനകത്തുനിന്ന് നമുക്കൊരു 4 പുറത്തെടുക്കാം. ഡെൽറ്റ ഈക്വൽ ടു പി ആർ ക്യൂബ് ബൈ 4 ഇ ഐ ഇൻറ്റു 4 എടുത്തു. ദെൻ പൈ മൈനസ് 2. എന്താ? ഈ 4ഉം ക്യാൻസൽ ആയി പോയി. ഓക്കെ, ദെൻ ഡെൽറ്റ ഈക്വൽ ടു പി ആർ ക്യൂബ് ബൈ ഇ ഐ into
pi minus 2. Okay, therefore delta deflection at last deflection delta equal to PR cube by EI into pi minus 2. Okay, quarter circle beam of radius R curved in plan. One end is fixed, other end is free. വരുമ്പോൾ deflection delta equal to PR cube by EI into pi minus 2. ഓക്കെ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ക്വാർട്ടർ സർക്കിൾ ആണ്. വൺ എൻഡ് ഈസ് ഫിക്സ്ഡ്, അതർ എൻഡ് ഈസ് ഫ്രീ. വെർട്ടിക്കൽ ഡൗൺലോഡ് ലോഡ് പി ആണ് ആക്ട് ചെയ്തിരിക്കുന്നത്. ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ്, ടോർഷണൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ്, SFD, BMD, ദെൻ ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം വരച്ചു. അതിനുശേഷം നമ്മൾ ടോട്ടൽ സ്ട്രെയിൻ എനർജി കാൽക്കുലേറ്റ് ചെയ്ത് ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഡിഫ്ലക്ഷനിലേക്ക് പോയി. അതായത് ക്ലാസിക്കാനോസ് തിയറം വെച്ച് ടോട്ടൽ സ്ട്രെയിൻ എനർജി ഇക്വേഷൻ യു കണ്ടു. ദെൻ ഡിഫ്ലക്ഷൻ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DU by DP ആണ്. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ടോട്ടൽ സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ലോഡ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ അവസാനം ഡിഫ്ലക്ഷൻ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR cube by EI into pi minus 2. ഓക്കെ, ഡെറിവേഷൻ ശ്രദ്ധിക്കണം. സ്റ്റെപ്പ് മാത്തമാറ്റിക്കലാണ് കംപ്ലീറ്റ്. നമുക്ക് സൈൻ സ്ക്വയർ ആൽഫ, കോസ് സ്ക്വയർ ആൽഫ, 1 മൈനസ് കോസ് ആൽഫ ഹോൾ സ്ക്വയർ, ഇതിനെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താണ് പോയത്. ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് കീനായിട്ട് ഒബ്സർവ് ചെയ്യുക, തെറ്റിക്കരുത്. നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഹാവ് എ നൈസ് ഡേ.